നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ഈ ഗാർഹിക പീഡനത്തിന് ഇരകളാകുന്ന യുവതികളെക്കുറിച്ച് പിന്നീട് അവർ ജീവനെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒട്ടേറെ വാർത്തകൾ നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് കണ്ണൂർ ആലക്കോടാണ്. ആലക്കോട് നവവധു വിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ. സ്ത്രീധനം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് 23-കാരിയായ ഡെൽന ജീവനൊടുക്കിയത്. യുവതി ഭർത്തൃ വീട്ടിൽ കടുത്ത മാനസിക പീഡനം നേരിട്ടതായി കുടുംബം പറയുന്നു. കൊച്ചിനോട് മോശമായി പെരുമാറുക അമ്മയാണ് ഒന്നാമത്തെ പ്രതി, അത് കഴിഞ്ഞിട്ട് മകൻ രണ്ടാമത്തെ പ്രതി, അങ്ങനെ വരികയുള്ളൂ. എന്നെ ചോദിച്ചാൽ അമ്മയുടെ വാക്ക് കേട്ട മകൻ ഓരോ ചൂണ്ടും നീ അമ്മയുടെ സാഹിത്യത്തിലെ മകൻ നടക്കുന്നത്. ഒറ്റവട്ടം ഞാൻ ആ വീട്ടിൽ പോയതുള്ളൂ. അവിടുത്തെ രീതികളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ. എനിക്കറിയത്തില്ല എന്നെ പറയുന്നതിനോ. ഇനി ഒരു മകൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഇനി വരാം. എൻ്റെ മകൾക്ക് പറ്റിയാൽ ഒരു മകൾക്കും ഇനി ഒരു അവസ്ഥ വേറൊരു മകൾക്ക് ഇനി വരാൻ പാടില്ല മോനെ. പുള്ളിക്കാരൻ്റെ അമ്മ അവളെ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പം അവൾ പറഞ്ഞത്, ആദ്യമേ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞത്, നീ കണ്ടോന്മാരുടെയൊക്കെ നടക്കുന്നോളല്ലേ, നിന്നെ എങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റുന്നേ, നിന്റെ തന്തയും തള്ളയും ഇങ്ങനെ തന്നെ പറഞ്ഞു. നിന്റെ തന്തയും തള്ളയും അനിയനും കൂടെ നീ ആരെയും കൂടെ പോയി കടന്നിട്ട് ഒരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് വീട്ടിലോട്ട് വന്നാലും നിന്നെ രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ച് വീട്ടിൽ കയറ്റുന്ന തന്തയും തള്ളയുള്ളേ, അങ്ങനെ ഒരുത്തിനെയൊക്കെ എനിക്ക് വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്, ആ പെൺമക്കളുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാനെങ്കിലും നിന്റെ വീട്ടുകാർക്കും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അനിയനും യോഗ്യതയുണ്ടോ? പിന്നെ നിന്നെ പോലെയുള്ള ഒരുത്തിനെ ഞാൻ എന്തിനാ വീട്ടിൽ കയറ്റുന്നത്? നിന്നെ ഇങ്ങോട്ട് കയറ്റാൻ ഞങ്ങൾക്ക് ഒരു ഇഷ്ടമില്ല, താല്പര്യമില്ല എന്നൊക്കെ പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിന്റെ തന്തയും തള്ളയും കൂടെ എൻ്റെ മോൻ്റെ സ്വത്ത് കണ്ടിട്ടല്ലേ എൻ്റെ മോൻ്റെ തലയിലോട്ട് കെട്ടിവെച്ചത്. ആ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ, നിനക്ക് ഇതിലും വലിയൊരു, അതായത് എൻ്റെ ചേച്ചിക്ക് ഇതിലും വലിയൊരു ആലോചന വരത്തില്ലെന്ന് നിനക്കും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ അറിയാം. എന്നിട്ട് മനഃപൂർവ്വം ഫോഴ്സ് ചെയ്ത് എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാന്നല്ലേ വിചാരിക്കുന്നതെന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി. വളരെ മോശമായിട്ട് രീതി ഇതുപോലെ കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയണ്ടായി. എല്ലാം എനിക്ക് പറയാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാണ്. ശ്രീനി ആലക്കോട് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീനി, സാധാരണ ഈ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ ഒടുവിൽ ഇതെല്ലാം സഹിച്ച് മടുത്ത് പിന്നീട് ജീവനെടുക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഈ ആലക്കോട് ഈ യുവതി വിഷം കഴിച്ച് ജീവനെടുക്കാനുള്ള സാഹചര്യം എന്താണ്? കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോം, ഇത് ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ചാണോക്കുണ്ട് കുട്ടിക്കരിയിലെ പുത്തമ്പുരയിൽ ബിനോയ് ബിന്ദു ദമ്പതികളുടെ മകളാണ് ഈ മരണമടഞ്ഞ ഡെൽന. ആലക്കോട്ടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഒമാനിൽ ജോലി ചെയ്തിരുന്ന സനൂപുമായി ഡെൽന അടുപ്പത്തിലാകുന്നത്. തുടർന്ന് ഇവർ കഴിഞ്ഞ ഡിസംബറിൽ രജിസ്റ്റർ ആക്ട് പ്രകാരം വിവാഹം ചെയ്തു. പക്ഷേ ഇവരുടെ പ്രണയത്തെക്കുറിച്ച് ഡെൽനയുടെ വീട്ടുകാർക്ക് ഇതിനു മുമ്പ് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സനൂപിനൊപ്പം ജോലി ചെയ്യുന്ന ഒമാനിലേക്ക് പോയ ഡെൽന അവിടെ താമസിച്ചു വരികയായിരുന്നു. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഇടയിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായി ബന്ധുക്കൾ നമ്മോട് പറയുന്നുണ്ട്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് ഡെൽന സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തന്റെ ഭർത്താവും മാതാവും കൂടി തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് ഇവർ ബന്ധുക്കൾക്ക് സൂചന നൽകിയിരുന്നു. തുടർന്ന് ഇവർ ആലക്കോട് പോലീസിൽ ഗാർഹിക പീഡന പ്രകാരം പരാതി നൽകുകയും ചെയ്തു. ഇതിനിടെയാണ് ഭർത്താവും സനൂപും അതുപോലെ തന്നെ ഈ ഭർത്തൃമാതാവ് സോളിയും ഡെൽനയുമായി ഫോണിൽ ബന്ധപ്പെടുന്നത്. ഇവർ ഫോണിൽ കൂടി ഡെൽനയോട് പല കാര്യങ്ങൾ സംസാരിച്ചതായിട്ടാണ് ബന്ധുക്കൾ നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഡെൽന ഈ ഭർത്തൃ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്നും മാനസികമായി വലിയ പീഡനം ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നെന്നും പറയുന്നു. തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ഡെൽന എലിവിഷം എടുത്ത് കഴിച്ചത്. എലിവിഷം കഴിച്ച കാര്യം ഡെൽന ബന്ധുക്കളോട് പറഞ്ഞതുമില്ല. തുടർന്ന് അവശനിലയായ ഡെൽനയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അവിടെ നടത്തിയ പരിശോധനയിലാണ് എലിവിഷം അകത്തു ചെന്നതായി ബന്ധുക്കൾക്ക് പോലും വിവരം ലഭിക്കുന്നത്. തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് ഡെൽന മരണത്തിന് കീഴടങ്ങുന്നത്. ഈ ഭർത്തൃ വീട്ടുകാരുടെ പീഡനമാണ് തന്റെ മകളുടെ മരണത്തിന് കാരണമെന്ന് കാണിച്ച് മാതാവ് ബിന്ദു ആലക്കോട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ആണ് ആലക്കോട് പോലീസ് ഈ ഭർത്തൃ മാതാവ് സോളിയെയും സനൂപിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേട്ടോ ശ്രീനി, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ യുവതിയുടെ ജീവനൊടുക്കിയ യുവതിയുടെ എന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭർത്തൃ വീട്ടിലെ പീഡനത്തെക്കുറിച്ച് ആരുടെങ്കിലും പങ്കുവയ്ക്കുന്ന തെളിവുകളുണ്ടോ?
കാരണം ഈ അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ യുവാവിനെയും അമ്മയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാതാവിന്റെ ബിന്ദുവിന്റെ വാക്കുകൾ നമ്മൾ നേരത്തെ കേട്ടതാണ്. അതുപോലെ തന്നെ സഹോദരന്റെയും വാക്കുകൾ കേട്ടതാണ്. ഈ ഭർത്തൃ വീട്ടിൽ തനിക്കുണ്ടായ ഭർത്തൃ മാതാവിൽ നിന്നും തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ബന്ധുക്കളോട് ഈ ഡെൽന ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തായാലും വിവാഹം കഴിഞ്ഞതല്ലേ, അതങ്ങനെ പോട്ടെ, സാധാരണഗതിയിൽ വീട്ടുകളിലൊക്കെ ഉണ്ടാവും എന്ന് കരുതി ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇത്ര കണ്ട ഒരു മാനസികമായ വലിയൊരു പീഡനം ഡെൽന സഹിച്ചു എന്നുള്ളത് വീട്ടുകാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷം കഴിച്ചത് പോലും വീട്ടുകാർ അറിയാതെ പോയത്. വ്യക്തമാണ്. ആലക്കോട് നിന്ന് ശ്രീനിവാസാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ആലക്കോടാണ് നവവധു വിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും പിടിയിലായിരിക്കുന്നത്.